ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഈ വചനത്തിൻ്റെ വലയത്തിലിരിക്കുന്ന വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യോർദാന്റെ വേറെ ചില സവിശേഷതകളിലേക്ക് കടക്കുകയാണ്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഗംഗാനദി ഭാരത സംസ്കാരത്തോടും നൈൽ നദി മിസ്രൈം സംസ്കാരത്തോടും ഇണങ്ങിച്ചേർന്നിരിക്കുന്നത് പോലെ തന്നെ ഇസ്രയേൽ മക്കളുടെ ചരിത്രത്തോട്, ഇസ്രയേൽ മക്കളുടെ ജീവിതത്തോട് ഒത്തിരി അടുപ്പമുള്ളതായ ഒരു നദിയാണ് യോർദാൻ നദി. യോർദാൻ നദിയുടെ സവിശേഷതകൾ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. ഒന്ന്, അതൊരു ഒത്തുതീർപ്പിന് അനുഭവമായ, സാക്ഷ്യം വഹിച്ച, ഒത്തുതീർപ്പിന്റെ വേദിയായി മാറിയ ഒരു നദിയാണ് യോർദാൻ എന്ന് ഞാൻ അറിയിച്ചു. രണ്ടാമതായി ദൈവമക്കളോട് ഞാൻ പറഞ്ഞു, അത് ആശ്വാസത്തിന്റെ ഒരു തീരമാണ്, അനുഗ്രഹത്തിന്റെ ഒരു തീരമാണ്. തന്നിൽ ആശ്രയിച്ചവരെല്ലാം ആശ്വസിച്ചു. ഇസ്രയേൽ ജനം നിർഭയം യോർദാന്റെ തീരത്ത് വസിക്കാൻ, അവരെ കണ്ട് പേടിച്ച് ശത്രു ഓടിപ്പോകാൻ ഇടവന്ന ഒരു നദിയാണ് യോർദാൻ നദിയെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവമക്കൾ ചിന്തിച്ചു. തുടർന്ന് നമുക്ക് ഈ എപ്പിസോഡിനായി പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവും നാഥനുമായ മശിഹ, ഞങ്ങളിപ്പോൾ ഈ ദൃശ്യമാധ്യമത്തിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനം കേൾക്കുകയാണ്. ഞങ്ങൾ നിന്നെ കാണുകയാണ്, നിന്നിലിരുന്ന് ആരാധിക്കുകയാണ്. വചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വീഴുകയാണ്. ഞങ്ങളെ സഹായിക്കണം കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം നാഥ, ഞങ്ങളോട് കൂടെ ഇരിക്കണം. രോഗികളുണ്ട് ഞങ്ങളിൽ, നീ സൗഖ്യം അനുവദിക്കണം. മാനസികമായി താളം തെറ്റിയ പലരുമുണ്ട്, നീ നിലയാക്കണം കർത്താവേ. നീ എല്ലാം സ്ഥിരതയുടെ ആത്മാവിനെ ഞങ്ങളുടെ മുമ്പിൽ തരണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യോശുവയുടെ പുസ്തകം 3:13 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. ഇവിടെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഒരു മൂകസാക്ഷിയായി അതിന് പങ്കുവഹിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു നദിയാണ് യോർദാൻ നദി. ശത്രു പുറകിൽ നിൽക്കുന്നു, മുമ്പിൽ കുത്തിയൊഴുകുന്ന പുഴ, വെള്ളം. ഇതിന്റെ നടുവിൽ നിന്ന് വേദനിക്കുന്ന, പ്രതിസന്ധിയിലായ, ഇതികർത്തവ്യമൂഢരായ, മുമ്പോട്ടും പുറകോട്ടും പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന, ആ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും യഹോവയായ ദൈവം നടത്തിക്കൊണ്ടുവന്ന സ്വന്തം ജനം, വിശന്നപ്പോൾ ആകാശത്തുനിന്ന് മന്ന കൊടുത്തും കാടപ്പക്ഷിയുടെ ഇറച്ചി കൊടുത്തും വിശപ്പടക്കി പോറ്റിക്കൊണ്ടുവന്ന ജനം, ദാഹിച്ചപ്പോൾ കയ്പുള്ള വെള്ളത്തെ മധുരമുള്ളതാക്കി കൊടുത്ത് സമാധാനിപ്പിച്ച നടത്തിക്കൊണ്ടുവന്ന ആ ജനം, ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ
കാത്തു സൂക്ഷിക്കപ്പെട്ട ആ പ്രിയപ്പെട്ട ജനം ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു. പിറകിൽ ഫറവോന്റെ സൈന്യം, ശത്രു സൈന്യം, മുമ്പിൽ കുത്തിയൊഴുകുന്ന പുഴയും അല്ലെങ്കിൽ നദിയും, രണ്ടിന്റെയും നടുവിൽ പകച്ചു നിൽക്കുന്ന, എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ജനം. നമ്മൾ വായിക്കുന്നത് സർവഭൂമിയുടെയും നാഥനായിരിക്കുന്ന യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിൽ തൊട്ടപാടെ വെള്ളം രണ്ടായി വിഭജിച്ചു. ഒരുണങ്ങിയ നിലം, ഒരു ഹൈവേ പോലെയുള്ള സ്ഥലം അവർക്ക് ലഭിച്ചു. ഇസ്രായേൽ ജനം മുഴുവനും അക്കരെ കടക്കുവോളം വെള്ളം അവിടെ പൊങ്ങിയില്ല, ഒഴുകിയില്ല. നമുക്കത് അറിയാവുന്ന ഒരു സത്യമാണ്. അർത്ഥാൽ യോർദാന്റെ മൂന്നാമത്തെ സവിശേഷത, പ്രതിസന്ധിയെ തരണം ചെയ്യാൻ യോർദാൻ കൂട്ടുനിന്നു. ഒരു വലിയ പാഠം, ഒരു വലിയ മെസ്സേജ് ദൈവമക്കൾ ഈ ഭാഗത്തുനിന്ന് പഠിക്കണം. പ്രതിസന്ധിയിലുള്ളവരെ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരെ, വേവലാതിപ്പെടുന്നവരെ, അസ്വസ്ഥരായിരിക്കുന്നവരെ നിന്റെ സാമർഥ്യം പോലെ നിനക്ക് ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ മോചിക്കാൻ നിനക്ക് കഴിയണം. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് അവർക്ക് ആശ്വാസം കൊടുക്കാൻ നിനക്ക് സാധിക്കണം. നിനക്ക് ദൈവം തന്ന കൃപ നീ ഉപയോഗിക്കണം. ദൈവം തന്ന കരം നീ ഉപയോഗിക്കണം. അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള ദൈവമക്കളെ, പ്രതിസന്ധിയിൽ നിൽക്കുന്നവരെ, താളം തെറ്റി നിൽക്കുന്നവരെ, രോഗത്തിന് നടുവിൽപ്പെട്ട് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് വിചാരിക്കുന്നവരെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ച് ആ പ്രതിസന്ധിയിൽ അവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് നീ ആലോചിക്കണം. കാനാവിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ മറിയം ചെന്നു, കന്യക മറിയം ചെന്നു. അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു, അവിടെ ഒരു വിഷമമുണ്ടായിരുന്നു, അവിടെ അവരെ അലട്ടിയ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. എന്താ അത്? വീഞ്ഞു തീർന്നുപോയി. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് സദ്യയിൽ ഏറ്റവും വലുതാണല്ലോ വീഞ്ഞ്. ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് വീഞ്ഞ്, അവഗണിക്കാൻ കഴിയാത്തതാണ് വീഞ്ഞ്. ഈ വീഞ്ഞു തീർന്നപ്പോൾ യഥാർത്ഥത്തിൽ ആ കല്യാണ വീട് പ്രതിസന്ധിയിലായിരുന്നു, പ്രശ്നത്തിലാണ്, അസ്വസ്ഥതയിലാണ്. വരുന്ന ആളുകൾ ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാതെ തിരിഞ്ഞു പോയെന്ന് വരും. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇല്ലെന്ന് കണ്ടാൽ കഴുകിയ കൈ തുടച്ചിട്ട് തിരികെ പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണത്തിനായി കയറിയിരിക്കുമ്പോൾ എന്നാ ഭക്ഷണം? ഇന്ന ഭക്ഷണമാ, ഓ വേണ്ട, തിരികെ പോകും. ഇന്നതാണെന്ന് കണ്ടാൽ അവിടെ 2 ഇരട്ടി സമയത്ത് ഇരിക്കുകയും ചെയ്യും. അവിടെയൊന്നും ഞാൻ പോകുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, യഹൂദന്മാർ വീഞ്ഞില്ലെന്ന് കണ്ടാൽ പിന്നെ പ്രാകുകയോ പരിഹസിക്കുകയോ കുത്തുവാക്ക് പറയുകയോ ഒക്കെ ചെയ്തിട്ട് മടങ്ങിപ്പോകും. അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ആ കല്യാണ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. അവിടെയാണ് മറിയം ശരിക്കും പ്രവർത്തിച്ചത്. അവിടെയാണ് മറിയത്തിന്റെ പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവൾ ആ വിഷയത്തിൽ ഇടപെടുകയാണ്, ആത്മാർത്ഥമായി ഇടപെടുകയാണ്, തൻ്റേതുപോലെ ഇടപെടുകയാണ്. ഒട്ടും മായം കൂടാതെ, ഒട്ടും പുറംപൂച്ചു കൂടാതെ, നിഷ്കളങ്കമായി, സത്യസന്ധമായി ഇടപെടുകയാണ്. പലരും ശുപാർശ ചെയ്യും. ശുപാർശ ചെയ്യുന്ന ആൾക്കറിയാം ഇത് കിട്ടില്ലെന്ന്, എങ്കിലും ഒഴിവാകാൻ വേണ്ടി ശുപാർശ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഏതെങ്കിലും ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഇന്നയാളുടെ എഴുത്തുണ്ടെങ്കിൽ ആ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ലെന്നറിയാമെങ്കിലും ശല്യം ഒഴിവാക്കാൻ വേണ്ടി ലെറ്റർ കൊടുക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, മറിയം അങ്ങനെയായിരുന്നില്ല.
ഇടപെട്ടാൽ നടക്കുമെന്ന് അവൾക്കറിയാം. ആത്മാർത്ഥമായിട്ടാണ് അവൾ ഇടപെടുന്നത്. അതാണ് ദൈവിക ഇടപെടൽ. മനുഷ്യന്റെ ഇടപെടൽ തമ്മിലുള്ള വ്യത്യാസം അതാണ്. ദൈവികമായിരിക്കുന്ന ഇടപെടൽ അതാണ്. കരയുന്ന കൊച്ചുമക്കളുടെ കയ്യിലേക്ക് ഒരു പാവയോ അല്ലെങ്കിൽ ഒരു പന്തോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ കൊടുക്കും. ഒരുപക്ഷെ വിശന്നിട്ട് കരയുന്ന കൊച്ചായിരിക്കും. തൽക്കാലം കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റണമെന്നേ ആ കൊടുക്കുന്ന വ്യക്തിക്ക് ലക്ഷ്യമുള്ളൂ. ആ കുഞ്ഞ് ആ പ്ലാസ്റ്റിക് വസ്തു ഇങ്ങനെ കടിച്ച് അല്ലെങ്കിൽ തിന്നാനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ വിശപ്പ് മാറുന്നില്ല. പക്ഷേ കയ്യിൽ എന്തെങ്കിലും കിട്ടിയപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന പ്രത്യാശയിൽ ആ കുഞ്ഞിന്റെ കരച്ചിൽ തീർന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണോ ആ കുഞ്ഞ് കരഞ്ഞത് ആ കാര്യം നടന്നിട്ടില്ല. അവിടെയാണ് എന്റെ മർമ്മം. അത് നടക്കണമെന്ന് ഈ വ്യക്തിക്കും ലക്ഷ്യമില്ല. ശല്യം തീരണം, ശബ്ദം മാറണം, കരച്ചിൽ കൊണ്ട് അസ്വസ്ഥതയാണ് ഇവിടെ, ബഹളമാണ് ഇവിടെ. അതുകൊണ്ട് അതങ്ങ് മാറിക്കിട്ടണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെയൊക്കെയാണ്. കുടുംബത്തിൽ പ്രാർത്ഥന വേണം, സന്ധ്യാപ്രാർത്ഥന വേണം, പിന്നെ സന്ധ്യാപ്രാർത്ഥന വേണം, ആയിക്കോട്ടെ. ഇതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഒരു ജീവിതശൈലി? ഇതുകൊണ്ടാണ് യെരമ്യാവിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ യെരമ്യാവിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വലിയ സത്യം പറഞ്ഞു കേൾപ്പിച്ചു. യെരമ്യാവേ, പ്രവാചക, നീ ഒരു കാര്യം ചെയ്യണം. യെരമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ദർശിക്കാവുന്നതാണ്. യെരമ്യാവേ, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിക്കൽ ചെന്ന് നിൽക്കണം. യഹോവയുടെ ആലയത്തിൽ നമസ്കരിക്കാൻ വരുന്ന, പ്രാർത്ഥിക്കാൻ വരുന്ന ആ ജനത്തോട് നീ പറയേണ്ടത് എന്തെന്നാൽ, യഹോവയുടെ അരുളപ്പാട് ഇങ്ങനെയുണ്ട് എന്ന് നീ ആ ജനത്തോട് പറയണം. എന്ത് പറയണം? പ്രാർത്ഥിക്കാൻ വരുന്ന, പള്ളിയകത്ത് വരുന്ന, മുട്ടുമേൽ നിൽക്കുന്ന ആ ജനത്തോടാ പറയേണ്ടത്, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കണം എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയാൻ പറഞ്ഞു. ഓർത്തു നോക്കിയേ, പള്ളിയകത്ത് പ്രാർത്ഥിച്ച് ഭക്തനായി നിൽക്കുന്ന ജനത്തോട്, പള്ളി ഭരിക്കുന്നവനോട്, കമ്മിറ്റിക്കാരനോട്, കൈക്കാരനോട്, എല്ലാ കാരന്മാരോടും പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ നടപ്പ് നന്നാക്കണം, നിന്റെ പ്രവൃത്തി നന്നാക്കണം എന്ന് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്നു എന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ശാന്തമായി ചിന്തിക്കണം, ശാന്തമായി മനസ്സിലാക്കണം. അവരെല്ലാം കപടഭക്തന്മാരെ പോലെ അഭിനയിക്കുന്നവരിൽ പലരും ഉണ്ടാകാം അതിനകത്ത്. അതാണ് ദൈവം അങ്ങനെ പറഞ്ഞത്. അവരോട് തന്നെ പറയുക, പോരാ, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്ന് വ്യാജം പറയുന്നവരെയും ശ്രദ്ധിച്ചു കൊള്ളണം. ആവർത്തിച്ച് വ്യാജം പറഞ്ഞതുകൊണ്ട് നീ ഭക്തനാകണമെന്നില്ല. പള്ളി 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 എന്ന് ഉരുവിട്ടതുകൊണ്ട് പള്ളിയുടെ അനുഭവം നിനക്ക് കിട്ടണമെന്നില്ല. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. ദൈവത്തിന്റെ ഇഷ്ടം ആരാണ് നിവർത്തിക്കുന്നത്? അവനാണ് എനിക്കിഷ്ടം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഒരു വലിയ മർമ്മമാണ് ഇവിടെ കാണുന്നത്. പ്രതിസന്ധിയിൽ യഥാർത്ഥമായി മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് വീഞ്ഞില്ല എന്ന് മറിയം കേട്ടപ്പോൾ എന്താണ് പരിശുദ്ധ അമ്മ ചെയ്തത്? തന്റെ മകനെ വിളിച്ച് പറയേണ്ടവനോട്, വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവനോട്, വിഷയങ്ങൾ സംസാരിച്ചാൽ തീർക്കാൻ അധികാരമുള്ളവനോട്, അധികാരിയോട് ആണ് മറിയം പറഞ്ഞത്. അവരോടും ഇവരോടും പറയുന്ന രീതിയൊക്കെ മറിയം നിർത്തി. എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠം യഹോവയായിരിക്കുന്ന ദൈവത്തോട് പറയണം, യേശുവിനോട് പറയണം, തന്റെ മകനായ ദൈവപുത്രനെ അറിയിക്കണം എന്ന ഉത്തരവാദിത്വം മറിയത്തിനുണ്ടായിരുന്നു. പ്രതിസന്ധിക്ക് തരണം ചെയ്യണമെങ്കിൽ, പ്രതിസന്ധിക്ക് അയവുണ്ടാകണമെങ്കിൽ, പ്രതിസന്ധിയെ അതിജീവിക്കണമെങ്കിൽ യേശുവിനെ വിളിക്കണമെന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് നമുക്ക് ആവശ്യം. കർത്താവിനെ വിളിക്കണം. മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ലെന്നുള്ള സത്യം തിരിച്ചറിയണം.
അവിടെ വേറെ പലരും ഉണ്ടായിരുന്നു. പ്രമാണിമാരുണ്ടാകാം, വീഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരാൻ കഴിവുള്ളവരുണ്ടാകും, വീഞ്ഞുണ്ടാക്കാനുള്ള ഉപകരണങ്ങൾ കയ്യിലുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ ഉണ്ടാകും. ഇതൊന്നും ആയിരുന്നില്ല മറിയത്തിന്റെ ലക്ഷ്യം. മറിയം കർത്താവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. യേശുവിനോട് അവൾ പറഞ്ഞു, മകനെ, പുത്ര, ദൈവപുത്ര. ഈ വീട്ടിലൊരു പ്രതിസന്ധി വന്നിരിക്കുന്നു. ഈ വീട് ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. സഹായിക്കണം ഇവരെ, കരകയറ്റണം ഈ പ്രതിസന്ധിയിൽ നിന്നും ഇവരെ. അവിടെ യേശു പറയുന്ന യേശുവിൻ്റെ മനസ്സ് നമുക്കവിടെ അറിയാവുന്നതാണ്. യേശു പറയുന്നു, പാത്രങ്ങൾ, കൽപാത്രങ്ങൾ, കൽഭരണികൾ കഴുകി വൃത്തിയാക്കി വക്കോളം വെള്ളം നിറച്ച് വയ്പ്പിൻ. വേലക്കാരങ്ങനെ ചെയ്യുന്നു. അവിടെ യേശു അത്ഭുതം പ്രവർത്തിക്കുന്നു, അതിശയം പ്രവർത്തിക്കുന്നു. ആ പ്രതിസന്ധിയിൽ നിന്നും ആ കുടുംബം, ആ കല്യാണത്തിന്റെ ഉടമസ്ഥർ രക്ഷപ്പെടുന്നു. ആരായിരുന്നു അതിനൊരു ഉപാധിയായിട്ട് നിന്നത്? മുഖാന്തരമായി നിന്നത് ആരായിരുന്നു? പരിശുദ്ധ കന്യാമറിയം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, മറ്റൊരുത്തിന് വീഴ്ചയും താഴ്ചയും വരുമ്പോൾ അവനെ രക്ഷിക്കാൻ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൗത്യമെന്ന് നാം തിരിച്ചറിയണം. നമുക്കാരെയും രക്ഷിക്കാൻ കഴിയില്ല, പക്ഷേ പരിചയപ്പെടുത്തി കൊടുക്കുന്ന യേശുവിന് ആരെയും രക്ഷിക്കാൻ കഴിയും എന്ന തിരിച്ചറിവ് ഈ രാത്രിക്കാലം നമുക്ക് ആവശ്യമുണ്ട്. നാം അത് മനസ്സിലാക്കണം, നാം അത് അറിഞ്ഞേ തീരുകയുള്ളൂ. ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, സർവഭൂമിയുടെയും നാഥനായിരിക്കുന്ന യഹോവയുടെ പെട്ടകം തലയിലുള്ള പുരോഹിതന്റെ കാല് വെള്ളത്തിൽ സ്പർശിച്ചപ്പോൾ വെള്ളം രണ്ടായി മാറി ഉണങ്ങിയ നിലമായി ആ നദി രൂപാന്തരപ്പെട്ടു എന്ന് നിങ്ങൾ അറിയണം. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിൽ വിശ്വസിക്കുന്ന, ദൈവകൃപയുള്ള, അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്തിന്റെ വചനം ചുമക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ കണ്ണുനീരൊഴുക്കുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ട് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവര് നടുക്കടലിൽ നിന്നും മാറി ഉണങ്ങിയ നിലത്തുകൂടെ സമാധാനത്തിന്റെ അനുഭവത്തിൽ കൂടെ മുമ്പോട്ട് പോകാൻ കഴിയും. മക്കൾ വഴിതെറ്റിയാൽ കരയുന്ന അമ്മയുണ്ടാകണം. കുടുംബം താളം തെറ്റിയെന്ന് കാണുമ്പോൾ മുട്ടുമടക്കുന്ന പിതാവുണ്ടായിരിക്കണം കുടുംബത്തിൽ. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള ദൈവമക്കളെ, പ്രാർത്ഥിച്ച് ചിന്തിച്ച്, പ്രാർത്ഥിച്ച് മനസ്സിലാക്കുക, സത്യങ്ങൾ പഠിക്ക്. ദൈവത്തിന്റെ കൃപ നമുക്കുണ്ടാകണം. പ്രതിസന്ധിയിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. യോർദാന്റെ ഒരു സവിശേഷതയാണ് ഞാൻ പറഞ്ഞത്. സർവഭൂമിയുടെയും നാഥനായ ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാലം എന്ന് പ്രത്യേകിച്ച് ഓർത്തോണം. അവിടെയൊക്കെ മർമ്മങ്ങളുണ്ട്. നിങ്ങൾ അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് രോഗികൾ സൗഖ്യമാകുന്നത്. അഖിലാണ്ടത്തെ സൗഖ്യമാക്കിയ, ആകാശത്തെയും ഭൂമിയെയും ഉള്ളംകൈയിൽ ഒതുക്കിയ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴാണ് ഭൂതങ്ങൾ മാറിപ്പോകുന്നത്. അടയാളങ്ങൾ സംഭവിക്കുന്നതൊക്കെ യേശുവിന്റെ നാമത്തിലുള്ള ശുശ്രൂഷയ്ക്ക് മാത്രമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നാം ചിന്തിച്ചത്, പഠിച്ചത്. സ്നേഹമുള്ളവരെ, പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഒരു സാക്ഷിയായി മാറാനുള്ള ഭാഗ്യം യോർദാന് കിട്ടിയെങ്കിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിൽ പ്രതിസന്ധിയിൽ ഉഴങ്ങിക്കിടക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കിടക്കുന്ന,
ജീവിതം നിരാശയിൽപ്പെട്ട് ശിഥിലമായി കിടക്കുന്ന കുടുംബ ബന്ധങ്ങൾ, വിള്ളലുകൊണ്ട് വേദനിക്കുന്ന, വിവേകം നഷ്ടപ്പെട്ട് അവിവേകത്തോടുകൂടെ കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാർ, കുടുംബ ബന്ധങ്ങൾ, കൂടപ്പിറപ്പുകളുടെ കൂട്ടായ്മ എല്ലാം ശിഥിലമായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്നും സമൂഹത്തെ, ജനത്തെ രക്ഷിപ്പാൻ നമുക്ക് ഭാഗ്യം കിട്ടണം. ഒരു സാക്ഷിയാകാൻ ദൈവത്തിന്റെ വചനം വിതറി, യഹോവയുടെ വചനം തലയിൽ വെച്ച്, ഹൃദയത്തിൽ സൂക്ഷിച്ച്, വചനത്തിൽ വിശ്വസിച്ച് ഒത്തിരി പേരെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും ആശയുടെയും ദിവസങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. യോർദാന്റെ മൂന്നാമത്തെ സവിശേഷതയാണ് ഇന്ന് രാത്രി ദൈവമക്കൾ പഠിച്ചത്. തുടർന്നുള്ള എപ്പിസോഡിലെല്ലാം യോർദാൻ നദി അടുത്ത അനുഭവം എന്താണ്, അടുത്ത സാക്ഷ്യം എന്താണ്, യോർദാൻ നദിയിൽ നിന്നും ദൈവമക്കൾക്ക് ലഭിക്കേണ്ട പാഠം എന്താണ്, സന്ദേശം എന്താണ്. ഞാൻ പറഞ്ഞു, വേദപുസ്തകത്തിലുള്ള ഓരോന്നിൽ നിന്നും, മൃഗത്തിൽ നിന്നും, പുഴയിൽ നിന്നും, നദിയിൽ നിന്നും, മലയിൽ നിന്നും, വസ്തുക്കളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും പോലും, പാടത്തു നിന്നും, ആകാശത്തു നിന്നും, മേഘങ്ങളിൽ നിന്നും പോലും ദൈവമക്കൾക്ക് ശക്തമായ സന്ദേശം ദൈവം കൊടുക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചത് ഉൾക്കൊള്ളണം. ഭൂമിയെ സാക്ഷി നിർത്തുന്നു ദൈവം, ആകാശത്തെ സാക്ഷി നിർത്തുന്നു ദൈവം. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. കണ്ടോ, യോർദാൻ നദിയുടെ മൂന്നാമത്തെ അനുഭവം. പ്രതിസന്ധി നേരിടുന്ന ഒരു പറ്റം ജനത്തിന് രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കിക്കൊടുത്ത ഒരു വലിയ സാക്ഷിയായി തീരാൻ യോർദാന് കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. യോർദാൻ പ്രതിസന്ധിയിൽ ജനം രക്ഷപ്പെട്ടു പോകുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു സാക്ഷിയായി നിൽപ്പാൻ യോർദാന്റെ തീരത്തിന് കഴിഞ്ഞെങ്കിൽ, ആ നദിക്ക് കഴിഞ്ഞെങ്കിൽ, തമ്പുരാനെ, ഞങ്ങളുടെ ചുറ്റുപാടുകൾ വസിക്കുന്ന ആളുകൾ പ്രതിസന്ധിയെ നേരിട്ട് തരണം ചെയ്ത് അതിജീവിച്ച് സന്തോഷത്തോടെ മുന്നേറുന്നത് കാണാനുള്ള ഭാഗ്യം ഞങ്ങളുടെ കണ്ണുകൾക്ക് നീ തരണമേ കർത്താവേ. ഞങ്ങളുടെ മക്കളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട, പള്ളിയിൽ പോകുന്ന, ആരാധിക്കുന്ന ദൈവമക്കളായി മാറുന്നത് കണ്ടിട്ട് കണ്ണടയാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരുമാറാകണം. മാനവും മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.